ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കര ബസ് സ്റ്റാൻഡിൽ പഞ്ചായത്തിന്റെ നിയമാവലി പ്രകാരമുള്ള തുകയുടെ ഇരട്ടിയാണ് പാർക്കിംഗ് ഫീ ഈടാക്കുന്നതെന്നും പാർക്കിംഗ് ഫീയുടെ മറവിൽ ഗുണ്ടാപിരിവാണ് നടക്കുന്നതെന്നും മുതലംചിറ ബസ് ഉടമ MC രതീഷ് പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എൻ്റെ പേര് രതീഷ് MC, മുതലഞ്ചിറ വീട്, സൗത്ത് കൊണ്ടാഴിയാണ് വീട്, പോസ്റ്റ് വരുന്നത്. മുതലഞ്ചിറ ബസിന്റെ ഓണറാണ്. പിന്നെ ചേലക്കര മേഖല KVTA ബസ് അസോസിയേഷന്റെ ചേലക്കര ഏരിയ സെക്രട്ടറിയാണ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഈ പത്രസമ്മേളനം നടത്താനുണ്ടായ കാരണം, 1-ാം തീയതി കാലത്ത് 9:48 ഞാൻ എൻ്റെ കാറുമായി, എനിക്ക് ബസ്സുകൾ 7 ബസ്സോടുണ്ട് സർവീസ് നടത്തുന്നുണ്ട് ചേലക്കര സ്റ്റാൻഡിൽ. ബസ്സിന്റെ കളക്ഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് 9:50 വരുന്ന ബസ്സിന്റെ കളക്ഷൻ മേടിക്കാൻ വേണ്ടി 9:48 ഞാൻ ചേലക്കര സ്റ്റാൻഡിൽ വന്നു കാറായിട്ട്. വന്ന് പിക്കപ്പ് നിർത്തുന്ന ഭാഗത്ത് എൻ്റെ കാർ നിർത്തി ഞാൻ ബസ്സിൽ നിന്ന് കളക്ഷൻ മേടിച്ച് തിരിച്ച് 9:52 ഞാൻ തിരിച്ചു. കാറിൽ കയറാൻ വന്നപ്പോൾ ചേലക്കര സ്റ്റാൻഡിലെ ഡ്രൈവേഴ്സ്, അതായത് ചേലക്കര സ്റ്റാൻഡ് ഇപ്പോൾ ലേലം വിളിച്ചെടുത്തിട്ടുണ്ട് ഷാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഡ്രൈവേഴ്സ് ആണെന്നാണ് പറയുന്നത്, ഡ്രൈവേഴ്സ് യൂണിയന്റെ പേരിലാണെന്ന് പറയുന്നുണ്ട്. അവര് ഒരു 10-25 ആൾ വന്നിട്ട് 20 രൂപ സ്റ്റാൻഡ് ഫീസ് തരാണ്ട് കാർ ഇവിടുന്ന് വിടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി എന്നോട് പറഞ്ഞു. അതിന്റെ വ്യക്തമായ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, മാധ്യമപ്രവർത്തകർക്ക് ഞാൻ നേരെ സെൻഡ് ചെയ്തത്. 48 ഞാൻ വന്നു, 52 ഞാൻ തിരിച്ചു പോകുമ്പോഴാണ് എന്നെ തടഞ്ഞു. വെറും 4 മിനിറ്റാണ് ഞാൻ സ്റ്റാൻഡിൽ നിന്നത്. ഇത് ആകെ സീനായി. 10-25 ആൾ വന്ന് സ്റ്റാൻഡിലുള്ള യാത്രക്കാരെല്ലാം കൂടി, അതിന്റെ വ്യക്തമായ വീഡിയോ ഉണ്ട്. ഇത്രയും സീനായ സ്ഥിതിക്ക് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇനി 10 പൈസ നിങ്ങൾക്ക് തരില്ല സ്റ്റാൻഡ് ഫീസ് എന്നുള്ള നിലയ്ക്ക്. 10 പൈസ തരില്ല, നിങ്ങൾക്ക് കിട്ടാനുള്ള വഴി മേടിച്ചോളം ഞാൻ അവരടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സംസാരം ഉണ്ടായപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ചേലക്കര പഞ്ചായത്തിന്റെ ഓർഡർ ഉണ്ട്, മാധ്യമപ്രവർത്തകർക്ക് കാണാം. അതായത് ചേലക്കര സ്റ്റാൻഡിലേക്ക് വരുന്ന വ്യക്തികൾക്ക്, ചേലക്കര സ്റ്റാൻഡിലെ കടകൾക്ക് വരുന്ന വ്യക്തികൾക്ക് 30 മിനിറ്റ് ആ വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനം മേടിക്കുന്നവർക്ക് സ്റ്റാൻഡ് ഫീസ് കൊടുക്കണ്ട എന്നും, അത് കഴിഞ്ഞ് വരുന്ന ഓരോ മണിക്കൂറിനും 10 മിനിറ്റ് 10 രൂപ വെച്ച് കൊടുത്താൽ മതി. അത് ഞാൻ ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് വായിച്ചറിയാം. അതായത് ബസ്സിന് 15 രൂപ ഡെയിലി, കാറ് ടാക്സി 60 രൂപ മാസം, കാറ് സ്വകാര്യ വാഹനം 10, കാർ ടാക്സിക്ക് 60 രൂപ മാസത്തിനാണ്, സ്വകാര്യ വാഹനം 1 മണിക്കൂർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപയാണ്, ട്രാവലറിന് 70 രൂപ മാസത്തിന്, ഓട്ടോറിക്ഷയ്ക്ക് 40 രൂപ, പെട്ടി ഓട്ടോറിക്ഷ 40 രൂപ, പിക്കപ്പ് 60 രൂപ, സ്കൂൾ വാഹനം മണിക്കൂറിന് 5 രൂപ, ടൂറിസ്റ്റ് ബസ് 10 രൂപ. ഇതാ മാധ്യമപ്രവർത്തകർ ഇത് നോക്കിക്കോളൂ, ക്ലാരിഫൈ ചെയ്തോളൂ. ഇത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഇതിൽ എനിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ബസ്സിൽ നിന്ന് സാധാരണ ഇപ്പോൾ ഞാൻ കാറ് മേടിച്ചെടുക്കുന്നത് എൻ്റെ കാശാണ്, അതിന് ഞാൻ സർക്കാരിലേക്ക് ടാക്സ് അടച്ചിട്ടുണ്ട്, എല്ലാ പേപ്പറുള്ള വണ്ടിയാണ് ഇത്. ചേലക്കര സ്റ്റാൻഡിൽ എല്ലാ കാറുകളും കയറുന്നുണ്ട്. വേറെ കേരളത്തിൽ ഒരു സ്റ്റാൻഡുകളിലും ബസ് സ്റ്റാൻഡിനുള്ളിൽ കാറുകൾ എന്ന് പറയുന്ന സംഭവം വേറെ വാഹനങ്ങളും ഉണ്ടാവില്ല. മാധ്യമപ്രവർത്തകർ സഞ്ചരിക്കുന്നതാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ കൊടുങ്ങല്ലൂർ ടു കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, ഒറ്റപ്പാലം, പാലക്കാട്, ടോർണൂര് എല്ലാ സ്ഥലത്തും സർവീസ് നടത്തുന്നതാണ്. എൻ്റെ ബസ്സുകൾ 7 ബസ്സുകളും 7 ബസ്സിൽ 4-5 ബസ് ലിമിറ്റഡ് ഷോപ്പായി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു സ്റ്റാൻഡിലും ചേലക്കര സ്റ്റാൻഡിലെ പോലെ കാറുകളോ മറ്റു വാഹനങ്ങളോ ഉണ്ടാവില്ല. അത് മാധ്യമപ്രവർത്തകർ ക്ലാരിഫൈ ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ ഈ ചേലക്കര സ്റ്റാൻഡിൽ കാറ് കയറുമ്പോൾ എനിക്ക് 7 ബസ് കൊണ്ട് ഈ 7 ബസ്സിന്റെ കളക്ഷൻ മേടിക്കാനായാലും അതിന്റെ അവർക്ക് സാധനങ്ങൾ കൊടുക്കാനായാലും അതിൽ യാത്രക്കാരുടെ പരാതികൾ ഉണ്ടാവും, സാധനങ്ങൾ മറന്നു വെച്ചിട്ടുണ്ടാവും, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഞാൻ വരാറുണ്ട് കാറുകൊണ്ട്. ഇനിയായാലും ഞാൻ വരും. അതിന് ഇവർക്ക് കയറുമ്പോൾ 20 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഞാൻ എതിർത്തു. അതിനെതിരെ ഇവര് ചേലക്കര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട്. ചേലക്കര ബഹുമാനോടെ SI സാർ വന്നു, സ്ഥലത്ത് വന്നു. സാറിൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു, സാറ് ഇന്നതമായി ഉണ്ടായത്. പിന്നെ അവിടെ കണ്ടു നിൽക്കുന്നവർ അവരടുത്ത് പറഞ്ഞു, സാറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഞാൻ വന്നു പോകാൻ നിൽക്കുമ്പോൾ ഇവര് പറഞ്ഞതാണ്. അതിന്റെ വ്യക്തമായ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അതിൽ വന്ന ഒരാൾ ഷിയാസ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ തേവി പറഞ്ഞു, അപ്പുറത്ത് മാറി നിന്നിട്ട്. അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ അടുത്തേക്ക് മാറി നിന്നു. നീ പറഞ്ഞ വർത്താനം ഒന്നും കൂടി നീ പറയുന്നു പറഞ്ഞു. കാരണം എനിക്കും കുറച്ച് അഭിമാനമൊക്കെ ഉണ്ട്. ഒന്നുകൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതാവില്ല സീന്. അപ്പൊ പുള്ളിക്കാരൻ വേഗം മാറിപ്പോയി. അങ്ങനെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സ്റ്റാൻഡ് ഫീസ് കൊടുക്കില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു. ഞാൻ കൊടുത്തിട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ബൈറ്റ് കണ്ടു വാർത്തയിൽ, എൻ്റെ വാഹനം ചേലക്കര പോലീസ് എടുത്തു കൊണ്ടുപോയിരുന്നു. സിറാജ് എന്ന് പറയുന്ന വ്യക്തി ബൈറ്റ് ഇട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നോടത്തെ മാധ്യമപ്രവർത്തകർ ചേലക്കര പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചറിയാം. ചേലക്കര പോലീസ് സ്റ്റേഷനിൽ SI സാർ വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീട്ടിലടുത്ത് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. ഞാനും പോയി, എൻ്റെ 2 പണിക്കാരുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞങ്ങൾ 3 പേര് പോയി, അവർ 8 ആൾ വന്നിട്ടുണ്ടായിരുന്നു. ചേലക്കര CS സാറിൻ്റെ ഞാൻ കാര്യം പറഞ്ഞു. CS സാർ SI സാർ ഉണ്ടായിരുന്നു. ഇന്നമാതിരിയാണ് സാർ ഇവിടുത്തെ പ്രശ്നം. 20 രൂപയുടെ അല്ല ഇവിടുത്തെ പ്രശ്നം. 20 രൂപ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേലക്കര സ്റ്റാൻഡിൽ നമ്മൾ വെള്ളം കുടിച്ച് പോകുന്ന കാശ്, അല്ലെങ്കിൽ ഒരു ബാത്റൂമിൽ പോയി കൊടുക്കുന്ന കാശ് അത്രേ ഉള്ളത്. അത് കൊടുക്കണതല്ല ഇവിടുത്തെ പ്രശ്നം, 20 രൂപയുടെ പ്രശ്നം. അപ്പോൾ സാറ് പറഞ്ഞു, ഈ വിഷയത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ല, നിങ്ങൾ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടോളാൻ പറഞ്ഞിട്ട് 2 കൂട്ടരിന് ഇനി ഇതിൽ മേലിൽ നടപടി എടുക്കണമെങ്കിൽ വിഷയം ഉണ്ടാക്കിയാൽ കേസ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ 2 കൂട്ടർ അവിടുത്തെ സമവായത്തിൽ പിരിഞ്ഞുപോയി. ഇതാണ് ഉണ്ടായത്. പക്ഷേ ഇതിനെതിരെ മാധ്യമത്തിൽ കൊടുത്ത എന്താ, എൻ്റെ വണ്ടി കേസ് പോലീസുകാർ എടുത്തുകൊണ്ടുപോയി
എനിക്കെതിരെ കേസ് എടുത്തുന്നൊക്കെയാണ് വാർത്ത കണ്ടല്ലോ. അത് നിങ്ങൾ ക്ലാരിഫൈ ചെയ്തോളൂ. ചേലക്കര ബഹുമാനപ്പെട്ട CSR ക്ലാരിഫൈ ചെയ്ത് CSR SI കൂടി എടുത്ത തീരുമാനമാണ്. അതങ്ങനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ചേലക്കര സ്റ്റാൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതാ ഞാൻ ലിസ്റ്റ് കാണിച്ചു തന്നല്ലോ. ലിസ്റ്റ് നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. ഇതിൽ ചേലക്കര സ്റ്റാൻഡിൽ പഞ്ചായത്ത് എഗ്രിമെന്റ് പ്രകാരമുള്ള വാഹനങ്ങൾക്ക് ഇപ്പോൾ കാറിന് 1 മണിക്കൂറിന് ഇട്ട് കഴിഞ്ഞാൽ ഈ 30 മിനിറ്റ് സ്റ്റാൻഡിലേക്ക് വരുന്ന അത് വിട്ടോളൂ. എല്ലാവരും ഇപ്പോൾ സ്റ്റാൻഡിലേക്ക് ആവില്ല വരിക. ബാക്കി ഇടുന്ന 1 മണിക്കൂറിന് 10 രൂപ മേടിക്കേണ്ട കാറിന് ചേലക്കര സ്റ്റാൻഡിൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പോയാലും എന്നെ ഇന്നലെ ഇത് റൈറ്റ് ഡിവിഷൻ ഇന്നലെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് വിട്ടിട്ട് എന്നെ നിലത്ത് ചേലക്കരത്ത് പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പോലീസുകാരടക്കം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വണ്ടി ഇട്ടിട്ട് അവർക്ക് വരെ 20 രൂപ വാങ്ങിയ അനുഭവം ഉണ്ട് 5 മിനിറ്റ് ഇട്ടേ. ഇതാണ് അവിടെ നടക്കുന്നത്. വൻ കൊള്ളയാണ് അവിടെ നടക്കുന്നത്. അതായത് 1 മണിക്കൂർ ഇടുമ്പോൾ 10 രൂപ മേടിക്കുന്നതിന് പകരം വണ്ടി കയറി 5 മിനിറ്റ് ഇട്ടാൽ പോലും 20 രൂപയാണ് അവിടെ മേടിക്കുന്നത്. മിനിമം ചാർജ് 20 രൂപ. ഇന്നലെ എൻ്റെ കാറ് ചേലക്കര സ്റ്റാൻഡിൽ കൊണ്ടിട്ട് ഇട്ടെൻ്റെ റെസീറ്റാണ് തന്നത് 20 രൂപ മേടിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതിൽ എന്ത് എഴുതിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാർ നമ്പർ ഉണ്ടോ, 20 രൂപയുണ്ട്, ഇന്നലത്തെ ഒരു ഡേറ്റും ഉണ്ട്. ഞാൻ ഇട്ടിറങ്ങുന്ന വേറെ 2 മിനിറ്റാണ് ചേലക്കര സ്റ്റാൻഡിൽ. വൈകിട്ട് സ്റ്റാൻഡിൽ ബസ് പാർക്ക് ചെയ്യണേന് ബസ് സ്റ്റാൻഡ് ഫീസ് ഒന്നും പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടില്ല. പഞ്ചായത്ത് ഏർപ്പെടുത്തിയതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 1 ദിവസത്തേക്ക് 15 രൂപ ഫീസ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ എൻ്റെ ഓർണ വണ്ടിയുടെ വിവരാശം വെച്ചെടുത്ത റെസീറ്റ് കണ്ടോളൂ. ഈ കൊടുക്കുന്ന ബസ് ഫീസ് 24 മണിക്കൂറിനാണ്. ഇന്ന് കാലത്ത് 6 മണിക്ക് കൊടുത്തത് നാളെ കാലത്ത് 6 മണിക്കാണ് അടുത്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതാണ് ഇതിപ്പോ ഈ പറഞ്ഞ വ്യക്തി ഞാൻ ബസ് ഫീസ് കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ആളാണ് ചേലക്കര സ്റ്റാൻഡിൽ ഇവരുടെ പ്രതിനിധിയായിട്ട് ബസ്സുകളുടെ 15 രൂപ വെച്ച് മേടിക്കുന്നത്. ഞാൻ ഫീസ് കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ സർവീസിന് മോശക്കാരനാക്കിയ ഈ സിറാജ് എന്ന് പറയുന്ന വ്യക്തി അബ്ദുൾ റഹ്മാൻ്റെ അടുത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിക്കണം. മുതലഞ്ചിറ എന്ന് പറയുന്ന സർവീസ് ഇവിടെ സർവീസ് നടത്തിയിട്ട് നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് ഫീസ് തന്നിട്ടില്ല എന്ന് ചോദിച്ച് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണം. 1 ദിവസം പോലെ എൻ്റെ ബസ്സിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് മാധ്യമങ്ങളിലും കൂടി തുറന്നു കാണിക്കാൻ നിവർത്തിയില്ല. കാരണം എന്താ, ഇവർ റെസീറ്റ് തന്നിട്ടില്ല. കാശ് മേടിച്ച് പോകും വന്നിട്ട് റെസീറ്റ് തരുന്നില്ല. സാധാരണ പഞ്ചായത്തിന്റെ ഞാനിപ്പോ പറഞ്ഞില്ലേ പല സ്റ്റാൻഡിലും വരുന്നതാണ് കമ്പ്യൂട്ടർ ബില്ലാണ് തൃശ്ശൂരൊക്കെ കൊടുക്കുന്നത്. ബസ്സിന്റെ ടൈം ഉണ്ടാവും, നമ്പർ ഉണ്ടാവും, മേടിച്ച സമയം ഉണ്ടാവും, പൈസ ഉണ്ടാവും. ഇതിങ്ങനെ എന്തെങ്കിലും തന്നാൽ എനിക്കിത് കാണിക്കാം, തുറന്നു കാണിക്കാം. പക്ഷെ ഇത് തരാത്ത സ്ഥിതിക്ക് എനിക്ക് തുറന്നു കാണിക്കാനൊന്നുമില്ല. ഇനിയിപ്പോ മേടിച്ച ആൾ ഇവർക്ക് കൊടുക്കണുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ സിറാജ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ ഞാൻ പൈസ കൊടുക്കില്ല എന്ന് പറയില്ലല്ലോ. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ ക്ലാരിഫൈ ചെയ്യണം. എൻ്റെ സർവീസിന് ഞാൻ ബസ് സർവീസ് കൊടുക്കാണ്ട് ബസ് സർവീസിന് ഇവിടെ നടത്തിയിട്ട് പൈസ കൊടുക്കണില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പരാതി. അത് 100% നുണയാണ്. അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എൻ്റെ ബസ്സിൽ നിന്ന് പൈസ മേടിച്ചിട്ടുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ബസ്സിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. പിന്നെ അനധികൃതമായിട്ട് ചേലക്കര സ്റ്റാൻഡിൽ വണ്ടി ഇടുന്നതിന് ഇന്നലെ ഒരു ദിവസം എൻ്റെ ബസ് ഇട്ടതിന് 50 രൂപ മേടിച്ചെൻ്റെ റെസീറ്റ് തരണം. ഈ റെസീറ്റ് തരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേലക്കര പഞ്ചായത്തിൽ നിന്ന് എൻ്റെ പേരിൽ ഞാൻ ഇതേപോലെ പാർക്കിംഗ് ഫീസ് കൊടുക്കില്ല എന്നുകൊണ്ട് പരാതി കൊടുത്തു. സെക്രട്ടറി എനിക്ക് രജിസ്റ്റേർഡ് നോട്ടീസ് വന്നു. ഞാൻ ഹാജരായി, അവരും ഹാജരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ഉണ്ടായിരുന്നു, വിശ്വനാഥേട്ടൻ വാസ്തവ മെമ്പർ, പിന്നെ വൈസ് പ്രസിഡന്റ് ഷരീരക്ക, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ തീരുമാനം പറഞ്ഞു ചേലക്കര ബസ് സ്റ്റാൻഡ് ഫീസ് എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് ഫീസാണ്. വേറെ ബസ്സുകൾക്ക് വേറെ രേഖകളും വേറെ ഫീസുകളും ഒന്നും ഇതിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ലേലത്തിലും പറഞ്ഞിട്ടില്ല. ലേലത്തിന്റെ നിഘണ്ടുവിലുണ്ടാവില്ല. ഇത് അറിഞ്ഞിട്ടാണല്ലോ ലേലം വിളിച്ചെടുക്കുന്നത്. പിന്നീട് ഒരു സമവായത്തിൽ അവർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 15 രൂപ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം 15 രൂപ കൊടുക്കേണ്ട എൻ്റെ ആവശ്യമാണ്, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. അവർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ ന്യായമായ തുകയാണ് പഞ്ചായത്ത് നിശ്ചയിച്ചത്, അത് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ 15 രൂപ കൂടെ രജിസ്റ്റർ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 35 രൂപ കൂട്ടിയിട്ട് 50 രൂപ കൊടുക്കുമെന്ന് വെച്ചു. കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് പ്രകാരം ഇന്നലെ വണ്ടി ഇട്ടാൽ 50 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസീറ്റാണത്. പക്ഷേ ഈ 50 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് തൊട്ടിട്ട്, അതായത് മാർച്ച് 31 വരയ്ക്ക് പഴയ കാലാവധി ഏപ്രിൽ 1 തൊട്ടിട്ടാണ് ഇവർ ലേലം വിളിച്ചത്. അന്ന് തൊട്ടിട്ട് ഈ മാസം വരയ്ക്കുള്ള പൈസ ഒരുമിച്ച് വേണമെന്നുള്ളതാണ് ഇവർ വാശി. അതായത് ചേലക്കര ബസ് സ്റ്റാൻഡിൽ പൈസ വണ്ടി ഇട്ടതിന് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെയുള്ള പൈസ വേണം. അത് കൊടുക്കാൻ പറ്റില്ല ഞാൻ തീർത്ത് പറഞ്ഞു. ചേലക്കര പഞ്ചായത്ത് ഇതിനെ അനുകൂലിച്ചില്ല. പഞ്ചായത്ത് പറഞ്ഞു ഞങ്ങൾക്ക് അത് പറയാനുള്ള അധികാരം ഇല്ല. കാരണം പഞ്ചായത്ത് മിനിറ്റ്സിൽ വെച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾ ലേലത്തിൽ പറഞ്ഞിട്ടുമില്ല. അത് കാരണം അതിന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അതാണ് ഇവരുടെ മെയിൻ പ്രശ്നം. ആ അജണ്ട വെച്ചിട്ട് ഇത് ഉണ്ടായിരിക്കുന്ന 28-ാം തീയതി. ഇതിനുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാർ കൊണ്ട് വന്നപ്പോൾ നീ ഞങ്ങളുടെ അടുത്തൊന്നും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ 10-25 ആൾ വന്നിട്ട് എന്നെ അടിച്ച് പൈസ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് തോന്നുന്നത്. അമ്മാതിരിയാണ് സീൻ ഉണ്ടാവുന്നത്. അത് വീഡിയോ ഉണ്ട്, ഞാൻ സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അതുകൊണ്ടൊന്നും പേടിക്കില്ല. ഞാൻ ഇവർ എത്ര ആൾ നിന്നാലും ഞാൻ അവർ നടുക്കന്നെ നിന്നു. എന്നെ തെറി പറഞ്ഞാൽ ഞാൻ നേരിടാനും പോയി. അവൻ പിന്നെ കണ്ടതില്ല പോയി. എനിക്കതുകൊണ്ട് പേടിയുള്ള കേസുമല്ല. ഞാൻ ഇനിയും എൻ്റെ ബസ്സുകൾ വരുമ്പോൾ എൻ്റെ കാർ കൊണ്ട് ഞാൻ വരും. ചേലക്കര ബസ് സ്റ്റാൻഡിൽ കാറുകൾ കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ കാർ കൊണ്ട് ഞാൻ വരും.
എൻ്റെ ബസ്സിന്റെ കാര്യങ്ങൾ ഞാൻ നടത്തും, ഞാൻ പോകും. അതിന് ഞാൻ പൈസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ചേലക്കര പഞ്ചായത്തിലത്തെ റൂൾ അനുസരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ചേലക്കര പഞ്ചായത്തിൽ നടക്കുന്ന കാര്യം, ഇപ്പൊ ഞാൻ ഈ കാർ ഇട്ടു എന്ന് പറഞ്ഞിട്ട് നോ പാർക്കിങ്ങിൽ കാർ ഇട്ടു എന്ന് സിറാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോ പാർക്കിങ്ങിൽ കാർ ഇട്ടു കേട്ടതല്ല മാധ്യമപ്രവർത്തകർ. ഇതേ നോ പാർക്കിങ്ങിൽ ഇട്ടിട്ടാണ് ചേലക്കര പറക്കുന്ന സ്വർണ്ണ വ്യാപാര ഇത് വന്നിട്ടുണ്ടായിരുന്നു, ബോച്ചയുടെ, അതായത് പറക്കും ജ്വല്ലറി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബേബി ജോണന്റെ പറക്കും ജ്വല്ലറി വന്നപ്പോൾ 1500 രൂപ ഡെയിലി മേടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് മാധ്യമപ്രവർത്തകർക്ക് പരിശോധിക്കാം, റെസിപ്റ്റ് ബുക്ക് അവരുടെ കയ്യിലുണ്ടാവില്ല. അന്നേരം അവിടെ പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ല. അപ്പൊ ഈ സ്ഥലത്താണ് കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഞാനിപ്പോ കാർ കൊണ്ടുവന്ന് നിർത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്ന് കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നോ പാർക്കിംഗ് അല്ലായിരുന്നു. അതെങ്ങനത്തെ നിയമമാണ്? ഒരു സ്റ്റാൻഡിൽ 2 നിയമം. പിന്നെ ഈ സിറാജ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിട്ടില്ല, ചേലക്കര പഞ്ചായത്തിന്റെ സ്റ്റാൻഡാണ് ലേലെടുത്തെന്ന് പറഞ്ഞത്. അപ്പൊ ചേലക്കര പഞ്ചായത്തിന്റെ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ചേലക്കര മൊത്തത്തിൽ എടുത്തതിന്റെയാണ് ഇവരുടെ അടുത്ത്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ആംബുലൻസിന് ട്രാവലറിന് 70 രൂപ എന്നുള്ളതാണ് ട്രാവലറിന് കണക്ക് കൂട്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു ട്രാവലർ ചേലക്കര സ്റ്റാൻഡിൽ ആംബുലൻസ് ആയിട്ട് ഓടുന്നുണ്ട്. ആ ആംബുലൻസിൽ നിന്ന് എത്ര രൂപ മേടിച്ചിട്ടുണ്ടെന്ന് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ചെക്ക് ചെയ്യണം. 300 രൂപ മേടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് ഒരു മാസത്തിന്. ഒരു ആംബുലൻസിനെ പോലും വെറുതെ വിടുന്നില്ല. അത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ക്ലാരിഫൈ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് എൻ്റെ ബസ്സുകളുടെ പ്രശ്നത്തിനാണ്. ഇതിനെല്ലാം ഇതായിട്ട് പിന്നെ പറയുന്നത് പോലീസ് കൊണ്ടുപോയി ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ഇതിനെതിരെ ഇപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് ചേലക്കര പഞ്ചായത്തിനോടാണ്. ഈ വക വിഷയങ്ങൾ ഉണ്ടാവാനുള്ള കാരണം പഞ്ചായത്തിന്റെ പാർക്കിംഗ് കൊടുത്തതിലുള്ള അപാകതയാണ്. അതായത് പഞ്ചായത്തിന്റെ പാർക്കിംഗ് കൊടുത്തപ്പോൾ വേറെ എവിടെയായാലും നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരായാലും ഞാനായാലും പാർക്കിംഗ് യൂസ് ചെയ്യുന്ന ആളാണ്. എവിടെ പോയാലും വ്യക്തമായിട്ടൊരു ഏരിയ ഉണ്ടാവും പാർക്കിങ്ങിന്. ഇന്ന സ്ഥലത്തെ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിലേക്ക് കയറുന്നവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്ന വണ്ടികൾക്ക് ഇത്ര രൂപ എന്ന് വെച്ചിട്ട്, മണിക്കൂറിനാച്ചാൽ മണിക്കൂറിന്, ദിവസത്തിനാച്ചാൽ ദിവസത്തിന്. അങ്ങനെ ഒരു സംഭവം ചേലക്കര ചാനലിൽ വ്യക്തമായിട്ട് വെച്ചാൽ ഈ പ്രശ്നങ്ങൾ തീരും. അതിൽ ഒരു സംശയമില്ല. അത് പഞ്ചായത്തിൽ നിന്ന് ക്ലാരിഫൈ ചെയ്താൽ മതി. അത് ഒരു പക്ഷേ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഇങ്ങനെ അമിതമായ ചാർജ് അവിടെ മേടിക്കുന്ന കാര്യങ്ങളോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ആരും പെട്ടിട്ടില്ല തന്നെ എനിക്ക് തോന്നുന്നത്. എൻ്റെ ഈ പ്രശ്നം വന്നപ്പോൾ ആളാണ് ഇപ്പൊ ഈ വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. ഞാനിത് പുറത്ത് കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇവർക്കെതിരെ സ്റ്റാൻഡ് ഫീസ് പിരിക്കാൻ പറ്റില്ല എന്ന് ഇവർ പറയുന്നത്. പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. KBTA സംഘടന ഞങ്ങളെ ലെറ്റർ പേരിൽ ഞങ്ങൾക്ക് ബസ്സുകാർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ പാർക്കിംഗ് ഏരിയയിൽ ഇവർക്ക് കാശ് കിട്ടുന്ന രീതിയിൽ ഒരു വണ്ടി വന്നിട്ട് ചേലക്കര സ്റ്റാൻഡിൽ എവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ട്. ബസ്സുകൾക്ക് സർവീസ് നടത്താൻ പറ്റില്ല. ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ബസ് സർവീസിനുള്ള സ്റ്റാൻഡാണ്. അതുകൊണ്ട് മറ്റു വാഹനങ്ങൾ ചേലക്കര സംബന്ധിച്ചുള്ളപ്പോൾ അന്ന് വ്യക്തമായിട്ട് ഞാൻ ലേലത്തിൽ പങ്കെടുത്തുള്ള ആളാണ്. ലേലം നടത്തുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് പാർക്കിങ്ങിന് അംഗീകരിച്ചിട്ടുള്ളതല്ല. പക്ഷെ ചേലക്കരത്തെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ കണക്കിലെടുത്ത് പ്രത്യേകിച്ച് സാഹചര്യം കൊണ്ടാണ് നമ്മളിത് ഇവിടെ പാർക്കിംഗ് ഏരിയ ആക്കുന്നത്. പിന്നെ അവിടെ കുറേ പേര് ഉപജീവനം നടത്തുന്നുണ്ട് ടാക്സി ഓടിച്ചിട്ടും മറ്റും കാര്യങ്ങളായിട്ട്. പക്ഷെ നിയമപരമായിട്ട് ഞങ്ങൾക്ക് ഇത് അറിയാണ്ടല്ല. ഒരു സ്റ്റാൻഡിൽ ഒറ്റപ്പാലം സ്റ്റാൻഡിൽ പോയി നോക്കോ, തൃശ്ശൂർ സ്റ്റാൻഡിൽ പോയി നോക്കോ, ഒരു കടല വണ്ടി പോലും ഒരു ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവില്ല. ഇതിനെതിരെ ഹൈക്കോടതി പോകാനോ ഒരു ഓർഡർ എടുക്കാനോ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ബാക്കി ഇവരുടെ ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട് അവിടെ കുറേ പേര് കഞ്ഞി പിടിക്കുന്നുണ്ട്. അത് ഇല്ലാണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് മാത്രമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ ഞങ്ങൾ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. ചേലക്കര പഞ്ചായത്ത് പവർഫുൾ പഞ്ചായത്താണ്. എനിക്കെതിരെ ഒരു പരാതി കിട്ടിയപ്പോൾ ഉടനടി എന്നെ വിളിച്ചു. സെക്രട്ടറി പവർഫുള്ളാണ്, പ്രസിഡന്റ് പവർഫുള്ളാണ്, അവിടുത്തെ പഞ്ചായത്ത് സമിതി പവർഫുള്ളാണ്. അവരിതിനെതിരെ ഉചിതമായിട്ട് നടപടി എടുക്കുന്ന എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ മാധ്യമപ്രവർത്തകരോട് സപ്പോർട്ട് ചെയ്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാവും. അതിലെനിക്ക് വ്യക്തമായ ചേലക്കര പഞ്ചായത്തിനെ വെച്ച് എനിക്ക് മതിപ്പുണ്ട്. ചേലക്കര പഞ്ചായത്തിലെ ആരും മോശക്കാരല്ല. കാരണം ഇത് അവരെ ശ്രദ്ധയിൽപ്പെടുത്താനിട്ടാണ് ഇത്രയും കാലം. ഇത് അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് വ്യക്തമായ ഒരു മാർക്ക് ലൈൻ വരയ്ക്കുക. പാർക്കിങ്ങിന് ഒരു ഏരിയ വ്യക്തമായി വരച്ചാൽ അവിടുത്തെ പ്രശ്നം തീർന്നു. അതിൽ പാർക്കിങ്ങിന്റെ ചാർജ് എഴുതി കഴിഞ്ഞാൽ വരുന്നവർക്ക് ചാർജ് നോക്കിയാൽ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ പിടുത്തം വിട്ടു. അതേസമയം ഞങ്ങളുടെ ബസ്സിന്റെ ക്ലാരിറ്റിയിലും ബസ്സിന്റെ പാർക്കിംഗ് ഫീസിലും ക്ലാരിറ്റി വരുത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനാണ്. പിന്നെ ആ വണ്ടി ഓടിയില്ലേ നിർത്തിയൊന്നും ഇവർക്ക് നോക്കേണ്ട കാര്യമില്ല. അതായത് ഇപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് നിന്നാ പിന്നെ ചേലക്കര പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും കേസുകൾ വന്നു കഴിഞ്ഞാൽ വേറെ എവിടെയും പാർക്കിംഗ് സ്ഥലമില്ല, സ്റ്റാൻഡിലാണ് വണ്ടി പിടിച്ചിട്ട് RTO വന്ന് ചെക്കിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ഇടുന്ന ദിവസം മുതൽ ഇവർക്ക് 100 രൂപ 200 രൂപ 50 രൂപ ഇപ്പൊ ലാസ്റ്റ് 50 രൂപയിലേക്കാണ് എത്തിയിറങ്ങുന്നത്. ഇത് ഇവർക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇവരെ പേടിച്ചിട്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അറിയാം, ഞായറാഴ്ച ദിവസങ്ങളിൽ ബസ്സുകൾ മൊത്തം പുറത്താണ് കിടക്കുന്നത്. ഗവൺമെന്റ് മുമ്പുകട തൊട്ട് മേപ്പാടം വരയ്ക്കുന്നുണ്ടാവും. ഈ ഒരൊറ്റ കാരണം പേടിച്ചിട്ട് സ്റ്റാൻഡിലിട്ട പൈസ കൊടുക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ബസ്സിൽ അവിടെ വന്നിട്ട് ഡീസൽ പോകണം, സാധനങ്ങൾ പോകണം. ഇതിന് ആര് സമാധാനം പറയും? സ്റ്റാൻഡിലാച്ച CCTV കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്കൊരു സേഫ്റ്റി ഉണ്ട്. ഇത് തൊട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്ത വർത്താനം ബസ്സുകളെടുത്ത് സ്റ്റാൻഡിൽ പുറത്തിട്ടോ എന്നുള്ളതാണ് വർത്താനം. ബസ് സ്റ്റാൻഡ് ആരും ലേലം പിടിച്ചെടുത്തിട്ടുള്ളൂ, ആരും പേടിച്ചിട്ടില്ല. അതൊന്ന് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ശ്രദ്ധപ്പെടുത്തണം.
ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. പഞ്ചായത്ത് ഇതിനെതിരെ ഒരു ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ, അതായത് ചേലക്കര സ്റ്റാൻഡ് പാർക്കിംഗ് ഏരിയയ്ക്ക് ഉപയോഗിക്കാത്ത ഒരു മനുഷ്യന്മാരുണ്ടാവില്ല ചേലക്കരയിൽ. പുറത്തുനിന്ന് വരുന്നവരാണ് ചേലക്കരക്കാർക്ക്. അവർക്കും പാർക്കിംഗ് എടുത്തവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ പാർക്കിംഗ് ഏരിയ ഒന്ന് വരച്ച്, അതേപോലെ ഞങ്ങൾക്ക് ബസ്സുകൾ നിർത്താനുള്ള റൂട്ട്, ഇതെല്ലാം ലേലത്തിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ബസ്സുകൾക്ക് ഓരോ റൂട്ടിലേക്ക് പോകാനുള്ള റൂട്ട് മാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാർക്ക് ചെയ്യണം. അത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ KVT അസോസിയേഷൻ പരാതി കൊടുത്തിട്ടുണ്ട്. ബസ് റൂട്ട് മാർക്ക് ചെയ്യുക. എല്ലാ സ്റ്റാൻഡുകളിലും അറിയാം മാധ്യമപ്രവർത്തകർക്ക് ഓരോ റൂട്ടിലേക്കുള്ള ബോർഡ് വെച്ചിട്ടുണ്ടാവും. ആ റൂട്ടിലേക്ക് പോണ ബസ്സുകളാണ് അതിന്റെ ചുവട്ടിൽ കൊണ്ട് നിർത്താൻ പറ്റുള്ളൂ. ഇത് ചേലക്കര സ്റ്റാൻഡിനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല. ആരെ എവിടെ കൊണ്ടുപോയിട്ട് ആദ്യം വരുന്ന വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട്, കാരണം സ്ഥലമില്ല, അതാണ് വിഷയം. ഇതിനിടയ്ക്ക് പാർക്കിങ്ങിലേക്ക് വണ്ടി അവിടെ വന്നു കഴിഞ്ഞാൽ ടാക്സി സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞിട്ട് റൂം വരെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്, ഷെഡ് വരെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ടാക്സിക്കാർക്ക് വേണ്ടിയിട്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ ഈ ടെൻഡർ എടുത്തപ്പോൾ, ഞാനല്ല അതിന്റെ മുന്നത്തെ ആൾക്കാരായാലും ആര് ടെൻഡർ എടുത്താലും ഇതിൻ്റെ ഉള്ളൊന്നും പാർക്ക് ചെയ്തിട്ടില്ല. അതായത് അവിടെ ഒരു മറ്റേ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ അപ്പുറത്ത് ഒരു കൊടിമരം ഉണ്ട്, കൊടിമരല്ലേ ഇത്, അതിന്റെ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് കടക്കാനേ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ നിയമം ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നല്ല. ഇപ്പൊ ടാക്സിക്കാരെ എവിടെ വേണമെങ്കിൽ പിടിച്ച് പാർക്ക് ചെയ്യണം. ഏത് വണ്ടി വന്നാലും പിടിച്ച് പാർക്ക് ചെയ്യണം. ബോച്ചയുടെ വണ്ടി വന്നപ്പോൾ വണ്ടികൾ ഇപ്പുറത്തും അപ്പുറത്തും, ഇപ്പൊ എന്റെ വണ്ടി നോ പാർക്കിങ്ങിൽ നിർത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് പാർക്ക് ചെയ്തതിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഞാൻ ഹാജരായി തരാൻ വേണ്ടി. അതാണ് അവസ്ഥ. അപ്പൊ ഇതിനെ പഞ്ചായത്ത് എന്തായാലും ഒരു നല്ല നടപടി എടുക്കുന്ന എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. ബാക്കി നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യാം. 2 ബസ് ഉണ്ട്. ഞങ്ങളുടെ തീരുമാനം ഇത് ഇന്ന് തൊട്ടില്ല, പണ്ട് തൊട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇവിടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടുമ്പോൾ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. 1 വേ സിസ്റ്റം നടത്താമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതേവരെ നടന്നിട്ടുണ്ടോ? ബോർഡ് വെച്ചിട്ടുണ്ട്. നടന്നിട്ടില്ല. അപ്പൊ ഇതിനെതിരെ ഞങ്ങൾക്ക് ബസ് സർവീസ്, ബസ്സുകളുടെ കാര്യം മാധ്യമപ്രവർത്തകരല്ല, റോഡ് മൊത്തം ബ്ലോക്കാണ്. ടൈമിന് ഓടിയെത്താൻ പറ്റില്ല. ദിവസം ഞങ്ങൾക്ക് ചലാനടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ചേലക്കര സ്റ്റാൻഡ് 1 മിനിറ്റാവും കിട്ടുക കയറി ഇറങ്ങാൻ. ആ കയറുമ്പോഴാവും കയറുന്ന വഴി കൂടെ ഇറങ്ങി വരെ വണ്ടി, അല്ലെങ്കിൽ ഇറങ്ങുമ്പോഴാവും ഇറങ്ങുന്ന വഴി കൂടെ കയറി വരെ വണ്ടി. എന്നിട്ട് ഇതിനെതിരെ അവിടെ വണ്ടി പറഞ്ഞാൽ ഞങ്ങളുടെ കുത്തിന് പിടിച്ച് കാശ് പിടിച്ചു പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സുകാർ കുത്തിന് പിടിച്ച് കാശ് പിടിച്ചുകൊണ്ടേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. ചേലക്കര ബസ് സ്റ്റാൻഡിൽ പാർക്കിംഗ് അനുവദിച്ചോട്ടെ, കുഴപ്പമില്ല. പാർക്കിങ്ങിന് ഏരിയ വരച്ചിട്ട് അതിനുള്ളിൽ പാർക്ക് ചെയ്തോട്ടെ. ബസ്സുകൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിലാണ് ഇനി പാർക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബസ്സുകൾ സ്റ്റാൻഡ് ഉപേക്ഷിച്ച് പുറത്തുകൂടെ പോയിക്കൊണ്ട് സ്റ്റാൻഡ് പാർക്കിങ്ങിന് മാത്രമായിട്ട് കൊടുക്കും. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.